Yes, yes. ഓക്കെ, നമുക്കിന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം आज का मनन के लिए, आज का प्रभु का वचन का मनन के लिए हम दूसरा पत्रोस 2 अध्याय उसका 2 वचन पढ़ेंगे. ഇങ്ങനെയാണ്, അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും, അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. वचन 2 पढ़े. और बहुतेरे उनके न्याय लुचपन करेंगे, जिनके कारण सत्य के मार्ग की निंदा की जाएगी. 1-ാം വാക്യം പറയുന്നത്, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടകന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങി നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും എന്ന് 1-ാം വാക്യം പറയുന്നു. वचन 1 पढ़े. और जिस प्रकार उन लोगों में झूठे वंशजता थे, उसी प्रकार तुमने भी झूठे उपदेशक होंगे, जो नाश करने वाले पाखंड का उद्घाटन छिप छिप कर करेंगे और उस स्वामी का जिसने उन्हें मोल लिया है इनकार करेंगे और अपने आप को शीघ्र विनाश में डाल देंगे. ഓക്കെ, 2 പത്രോസിന്റെ ലേഖനം എഴുതപ്പെട്ടത് ഏതാണ്ട് AD 67-നും 69-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ്. तो ये दूसरा पत्रोस का जो ये पत्र है वो AD सन 67 और 69 के बीच में लिखा गया पत्र है. ഒരു ഭക്തൻ ഇങ്ങനെയാണ് പറഞ്ഞത്, പത്രോസ് ഈ ലേഖനം എഴുതുമ്പോൾ യെശയ്യാവിനെ പോലെയും ദാനിയേലിനെ പോലെയും ശക്തമായി ദൈവത്തിനു വേണ്ടി സംസാരിച്ചവനാണ് എന്ന് പറയുകയുണ്ടായി. एक बार प्रभु का भक्त इस तरह कहा कि जब ये पत्रोस ये लिख रहा था, तभी दानियल के समान और इसाया के समान इतना सामर्थी शब्दों के इस्तेमाल करते हुए उन्होंने ये पत्र को लिखा गया है. ഇവിടെ ദൈവസഭയ്ക്കും ദൈവജനത്തിനും ആവശ്യമായ ആത്മീക ഉത്തേജനം വരുത്തുന്ന ഉപദേശങ്ങളല്ല പ്രധാനമായിട്ട് ഈ ലേഖനത്തിലുള്ളത്. परमेश्वर का प्रभुजन और उनके कलीसियाओं को जो आत्मिक उन्नति के लिए जो जरूरत है, उसकी खास बात इधर हम नहीं देख सकेंगे. പിന്നെയോ നാം സഭയിൽ ഉണ്ടാകുന്ന ദുരുപദേശത്തോട് എങ്ങനെ എതിരിട്ട് നിൽക്കണം എന്നുള്ളതിനെ കുറിച്ചും കൂടെ പത്രോസ് പറഞ്ഞിരിക്കുകയാണ്. लेकिन मंडली में जो आने वाला झूठा उपदेश के खिलाफ हमें किस तरह हमारा कदम उठाना है करके ये बात जो है प्रेरित पत्रोस जो है इधर बताता. അതെ, 1-ാം വാക്യം പറയുന്നത്, കള്ളപ്രവാചകന്മാർ ജനത്തിന്റെ ഇടയിൽ പണ്ടുണ്ടായിരുന്നു. और पहला वचन में हम देखते हैं कि झूठा भविष्यवक्ता जो है वो लोगों के बीच में था. അതുപോലെ പുതിയ നിയമസഭയിലും ദൈവജനത്തിന്റെ ഇടയിൽ ദുരുപദേഷ്ടകന്മാർ ഉണ്ടാകുമെന്നാണ് പത്രോസ് പറയുന്നത്. उसी तरह नए नियम के मंडली में भी झूठे भविष्यवक्ता है, जिस तरह के लोग मंडली के बीच में भी रहेंगे. ഇവരെ തിരിച്ചറിയാനുള്ള മാർഗവും കൂടെ പത്രോസ് 3-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ. और ये झूठे भविष्यवक्ताओं को पहचानने का जो अवस्था है, वो उसका मार्ग भी प्रेरित पत्रोस में वचन 3 में लिखा है. അവരെ 3-ാം വാക്യം, അവർ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും എന്നാണ്. वचन 3 पढ़े, 3 का पहला भाग. और वे लोग के लिए बातें गढ़कर तुम्हें अपने लाभ का कारण बनाएंगे. हाँ, बस. അപ്പോൾ കള്ളപ്രവാചകന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, അവരെ ആടിന്റെ തോൽ ധരിച്ച ചെന്നായ്ക്കളെ പോലെയാണെന്ന്. और झूठे भविष्यवक्ताओं के विषय में इधर प्रेरित पत्रोस ये कहता है कि वे लोग उस तरह के लोग हैं जो झूठे मेमने के वस्त्र जो है वो पहन के खड़े हैं. भेड़िए का रूप में आएंगे. പുറമെ നോക്കിയാൽ ആടിന്റെ ആകൃതിയും എല്ലാ രൂപവും പുറമേയുള്ള വേഷവും എല്ലാം അതുപോലെയാണ്. हम देखते हैं एक बकरा कैसा है, उसका एक रूप तो रहेगा बाहरी रूप से अगर देखा जाए तो, എന്നാൽ അകത്തോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. लेकिन अंदरूनी भागों में अगर देखा जाए तो भेड़िए का स्वभाव का लोग है.
ഇവര് രണ്ടാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന്റെ ബി പാർട്ടിൽ പറയുന്നത് അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുന്നവരാണ്. और वचन पहला वचन का उसका दूसरा पंक्ति में हम इस तरह पढ़ते, उसी स्वामी का जिसने उन्हें मोल लिया है इनकार करेंगे और अपने आप को शीघ्र विनाश में डाल देंगे. അപ്പൊ എന്നാൽ ഇങ്ങനെയുള്ളവരെ മനസ്സിലാക്കാൻ രണ്ട് എളുപ്പ വഴികള് 2-ാം വാക്യത്തിലും 3-ാം വാക്യത്തിലും പറയുന്നുണ്ട്. लेकिन इस तरह के लोगों को जल्दी से जल्द पहचानने के लिए वचन 2 और 3 में 2 आसान तरीके का बातें लिखी गई है. ഒന്ന് അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ, और दूसरा जो है उनके लुचपन की बातें. രണ്ടാമത് ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക്. और दूसरा जो है കൗശലവാക്ക് മീൻസ് लोभे के लिए बातें. അതായത് ഇവര് വിശ്വാസികളെ കൗശല വാക്കുകൾ പറഞ്ഞ് മയക്കാൻ ബഹുമിടുക്കരായിരിക്കും. क्योंकि इस तरह के लोग विश्वासियों को लोभ के बातें ये इस तरह के बातें कहकर वे लोगों को बहकाएंगे. എന്നാൽ അവരുടെ ഉള്ളിലുള്ളതായ മനസ്സിലിരിപ്പ് ദ്രവ്യാഗ്രഹമാണ്. लेकिन वे लोगों के अंदरूनी भागों में जो बातें हैं वो लोभे का बातें ही है. അതുപോലെ തന്നെ ഇവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും എന്നും പറയുന്നു. और ये लोगों के जो लुचपन वाली बातें है ये लोग इसके पीछे हो जाएंगे करके भी इधर लिखा है. ഓക്കെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞപ്പോൾ തന്നെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. മത്തായിയുടെ സുവിശേഷം 16 अध्याय में जब जिस तरह प्रभु कहता है कि मैं मेरा मंडली को बांधूंगा करके कहते समय में वो इस तरह भी कहता है कि नरक का फाटक उसमें प्रबल नहीं होंगे. ഓക്കെ, നമുക്കെല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. हमें सभी को पता है ये 16 का 18वां वचन, सब हम पहचानते हैं ये वचन को. അപ്പൊ സഭയ്ക്കെതിരായിട്ട് എപ്പോഴും സാത്താന്റെ ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിലുള്ളതായ തന്ത്രങ്ങൾ ഉണ്ടാകുമെന്ന് കർത്താവ് മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. और मंडली के खिलाफ एक या दूसरे बातों में इस तरह का जो झूठी बातें हैं जो लोगों को विश्वासियों को गिरा सकता है, इस तरह के बातें चल जाएगा. എന്നാൽ കർത്താവ് തന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക് ജയവുമില്ല. लेकिन फिर भी ये सब होने के बावजूद भी प्रभु कहता है कि मैं मेरा मंडली को बांधूंगा और अधोलोक के फाटक उस पर प्रबल ना हो. എന്നാൽ എന്തിനാണ് ഇവരെ ദൈവം അനുവദിക്കുന്നത്? लेकिन फिर इस तरह क्यों परमेश्वर ये लोगों को इसका अनुमति देता है? അതിന് രണ്ട് നിലയിലുള്ള ഉത്തരമുണ്ട്. उसको 2 तरीके से हम उत्तर दे सकते हैं. ഒരു ഉത്തരം ഇങ്ങനെയാണ്, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 36-ാം വാക്യം മുതൽ കർത്താവ് ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. इसका उत्तर ये हो सकता है, मत्ती का सुसमाचार 13 अध्याय उसका 36 वचन से एक दृष्टांत प्रभु इधर कहता है. അതിങ്ങനെയാണ്, ഒരു മനുഷ്യൻ, അത് ഉപമ ഇപ്രകാരമാണ്, 24-ാം വാക്യം മുതലാണ്. സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം മുതൽ 30-ാം വാക്യം വരെയാണ് കർത്താവ് ഉപമ പറഞ്ഞത്. 24 से 30 वचन तक परमेश्वर ने दृष्टांत कहता है. അതിങ്ങനെയാണ്, ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചു. एक व्यक्ति ने उनके जमीन में एक बीज बोया, उसके विषय में उधर कहता है. എന്നിട്ട് അവൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ചിട്ട് പോയി കളഞ്ഞു. और वो सोते समय में ये बीज के बीच में एक जंगली बीज बोकर उनका शत्रु ने बोया करके हम देखते हैं. എന്നാൽ ഞാറു വളർന്നു കതിരായപ്പോൾ കള കാണായി വന്നു. ആർക്കെങ്കിലും वाक्य 26 जब अंकुर निकले और बालें लगी तो जंगली दानों भी दिखाई दी. കതിരായപ്പോഴാണ് കളയും ഗോതമ്പും തമ്മിൽ തിരിച്ചറിയാൻ കാരണമായത്.
കള ഗോതമ്പ്. तो जब अंगूर जब अंगूर निकला तभी ये जो फल है और ये जो जंगली जो दान है इसका भी प्रकटीकरण हुआ. അപ്പോൾ ദാസന്മാർ വന്ന് യജമാനനോട് പറഞ്ഞു, യജമാനനെ വയലിൽ നല്ല വിത്തല്ലയോ നമ്മൾ വിതച്ച്, പിന്നെ കള എങ്ങനെ വന്നു എന്നൊരു ചോദ്യം. तो वाक्य 27 में उधर कहता है कि हे स्वामी, क्या तूने अपने खेत में अच्छा बीज ना बोया था, फिर जंगली दाने के पौधे उसमें कहाँ से आए? യജമാനൻ പറഞ്ഞു ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന്. तो स्वामी क्या इस प्रकार कहता है कि ये बैरी का काम है. അപ്പോൾ ദാസന്മാർ പറഞ്ഞു ഞങ്ങൾ ഇത് പറിച്ചു കളയട്ടെ, പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ ചോദിച്ചു. तो दासों ने उनसे कहा क्या तेरी इच्छा है कि हम जाकर उनको बटोर लें? പക്ഷേ യജമാനൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ, കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പന്റെ കളപ്പുരയിൽ കൂട്ടിവയ്പ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. 30-ാം വാക്യം വായിക്കാം. वचन 30 पढ़े. कटनी तक दोनों को एक साथ बढ़ने दो, और कटनी के समय में काटने वालों से कहूंगा, पहले जंगली दाने के पौधे बटोर कर जलाने के लिए उनके गड्ढे बांध लो, और गेहूं को मेरे खत्ते में इकट्ठा करो. ഇതിന്റെ അർത്ഥവും കർത്താവ് പിന്നീട് പറയുകയുണ്ടായി. और इसका अर्थ क्या है करके प्रभु नीचे का वचन में भी कहता है उधर. ഓക്കെ, 36 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതിയാവും. 36 से लेकर 43 तक अगर वचन पढ़ते हैं तो वो जो बातें हैं सब स्पष्ट करता है. ദൈവമക്കളാകുന്നവർക്ക് ഈ ഉപമ അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. और प्रभु के बच्चे होने के नाते हमें ये दृष्टांत को अच्छी तरह से हम पहचानते हैं. എന്നാൽ എന്തിനാണ് ഈ ഉപമ ഇവിടെ പറഞ്ഞേക്കുന്നത്, അതിന്റെ അർത്ഥവും പറഞ്ഞേക്കുന്നത്? लेकिन फिर क्यों इस तरह का दृष्टांत इधर प्रभु कहता है और उसका अर्थ भी इधर कहता है. 40-ാം വാക്യം അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും, മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയും. वाक्य 40 और 41 में हम क्या पढ़ते हैं, सो जैसे जंगली दाने बटोर जाते और जलाए जाते हैं, वैसा ही जगत के अंत में होगा, मनुष्य का पुत्र अपने सुरदूतों को भेजेगा और वे उसके राज्य में से सब टोकर के कारणों को और कुकर्म करने वालों को इकट्ठा करेगा. എന്നാൽ 43-ാം വാക്യത്തിൽ നീതിമാന്മാർക്കുള്ള അനുകൂലമായ ഒരു മറുപടിയുണ്ട്. അതിങ്ങനെയാണ്, അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. और एक धार्मिक व्यक्ति के विषय में बहुत ही पॉजिटिव वचन इधर लिखा गया, उस समय धर्मी अपने वचन 43, उस समय धर्मी अपने पिता के राज्य में सूर्य की नाई चमकेंगे, जिसके कान हो सुन लेगा. ഓക്കെ, ഇതെന്തിനാ ഈ ഉപമ നിങ്ങളുടെ മുൻപാകെ വെച്ചു എന്ന് വെച്ചാല്, പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്ന ദൂരോപദേഷ്ടകന്മാരുണ്ട്, ഇതുപോലെ ദൈവത്തിന്റെ അല്ലെങ്കിൽ ഇതുപോലെ കോതമ്പിന്റെ ഇടയില് കളയും വളരുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ വെക്കുവാൻ ആഗ്രഹിച്ചത്. तो हम देखते हैं जिस तरह दूसरा पत्रोस में कि झूठा भविष्यवक्ता है और उपदेशक है, उसी तरह ये हम दृष्टांत में अभी हम इधर देखते हैं कि ये गेहूं के साथ जो है वो जंगली वृक्ष भी है. എന്നാൽ ഇതേക്കുറിച്ച് ബോധവാന്മാരാരാന്നറിയാമോ? അതായത് യജമാനന്റെ വയലിലെ ദാസന്മാരാണ് ആദ്യം ഈ കളയെ കണ്ടുപിടിച്ചത്. लेकिन इसके बीच में भी ऐसा कौन से लोग हैं जो बोध्यवान है, वो इस तरह के लोग हैं जो बोध्यवान है, जो जंगली बीज को भी जिस तरह समझ पाया है वो स्वामी का दास लोग है. ഇതുപോലെ ആയിരുന്നു പത്രോസും. उसी तरह था प्रेरित പത്രോസ് ഈ കാര്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ പുതിയ നിയമസഭയിൽ വന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളതായ ദുരുപദേഷ്ടകന്മാരെ കുറിച്ചാണ് പറയുന്നത്. तो तभी पत्रोस कहते समय में भी उस समय आने वाली पीढ़ियों में भी मंडली में जो आने वाला झूठा भविष्यवक्ताओं के उपदेशकों के विषय में उधर कहा गया है. പത്രോസ് ഇങ്ങനെ നിന്നതുകൊണ്ടാണ്
പത്രോസിന് നേരിടേണ്ടി വന്നത് ക്രൂശ് മരണമായിരുന്നു. तो इस तरह क्योंकि ये पत्रोस इस तरह खड़ा रहा सच्चाई के लिए, जिसके वजह से उनको भी क्रूस का वो मृत्यु होना पड़ा. പത്രോസിനെ ക്രൂശിക്കുവാനായിട്ട് അന്നത്തെ റോമൻ ഭരണാധിപന്മാരെ പിടിച്ചു. तो पत्रोस को क्रूस पे चढ़ाए जाने के लिए भी उस समय का रोमियो का अधिकारी ने जब भी पकड़ा गया, അദ്ദേഹം പറഞ്ഞു, എന്റെ ഗുരു പാദം വെച്ചിരുന്ന ഇടത്ത് എനിക്ക് തല വെച്ച് മരിക്കണം എന്ന് പറഞ്ഞ് സ്വമേധയാ ക്രൂസിൽ ഏൽപ്പിച്ചു കൊടുത്തവനായിരുന്നു പത്രോസ്. इस तरह पत्रोस इस तरह कहा कि जिधर वो स्थान था जिधर मेरा स्वामी का पैर है, उधर ही मैं मेरा सिर रखकर मैं भी मरना चाहता हूँ करके वो कहकर उनको उस तरह का क्रूस पे चढ़ाया गया था उस समय का रोमी अधिकारी को. അപ്പോൾ ദൈവത്തിന്റെ സഭയിലെ സത്യവചനത്തോടൊപ്പം തന്നെ ദുരുപദേഷ്ടന്മാരെ ശക്തമായിട്ട് എഴുന്നേൽക്കും എന്ന് പത്രോസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. तो पत्रोस ये स्पष्ट करता है कि प्रभु के मंडली में भी ये जो सच्चा भविष्यवक्ताओं के उपदेशकों के बीच में भी झूठा उपदेशक निकल पड़ेंगे. ഇതേക്കുറിച്ച് ആരാണ് ബോധവാന്മാരാകേണ്ടത്? ദൈവജനമാണ്, അല്ലെങ്കിൽ ദൈവസഭയിലെ വേലക്കാരാണ് ഇതേക്കുറിച്ച് ബോധവാന്മാരാകേണ്ടത്. इसके विषय में ऐसा कौन लोग होना चाहिए, इसमें इतना बोध्य होना चाहिए? वो लोग होना चाहिए जो प्रभु के दास लोग हैं और प्रभु के वचनों को मानता है. പുതിയ നിയമസഭയിലെ നാം എല്ലാവരും പുതിയ നിയമ ശുശ്രൂഷക്കാരാണ്. और नए नियम के करार में हम सारे लोग जो है वो नए नियम के वचन के सेवक लोग. വീണ്ടും ജനിച്ച ഓരോ വിശ്വാസിയും പുതിയ നിയമ ശുശ്രൂഷകന്മാരാണ്. नया उद्धार पाया हुआ सारा लोग जो है वो प्रभु के वचन के सेवक लोग हैं. 2 കൊരിന്ത്യർ ലേഖനത്തിൽ അങ്ങനെ ആ വാക്യം വ്യക്തമാക്കുന്നുണ്ട്. അതായത് നമ്മെ അവൻ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി എന്നാണ്. दूसरा कोरिन्थी में हम पढ़ते हैं क्योंकि वो नए नियम के वो सेवक बनाने के लिए हमें उन्होंने योग्य ठहरा. ഇത് നമ്മുടെ പ്രാപ്തിയല്ല, ദൈവം നമ്മെ പ്രാപ്തരാക്കിയതാണ്. कि हमारा कोई योग्यता नहीं है, लेकिन परमेश्वर ने हमें योग्य ठहरा. അപ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. तो अभी हमें एक जिम्मेदारी है. ആ വാക്യം 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലാണ്, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി, അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. वचन 6 में हम क्या पढ़ते हैं? जिसने हमें नई वाचा के सेवक होने का योग्य भी किया, शब्दों के सेवक नहीं वरन आत्मा के, क्योंकि शब्द मारता है और आत्मा जलाता है. അപ്പോൾ വയലിലെ കളയെ കുറിച്ച് ആ വയലിലെ വേലക്കാര് ബോധവാന്മാരായതുപോലെ ഇന്ന് പുതിയ നിയമത്തിലെ ഓരോ ദൈവ പൈതലും ദുരുപദേശത്തെ കുറിച്ച് ബോധവാന്മാരാകണം. हम जिस तरह देखे कि जिधर वो जो जगह में वो जो लैंड में जिधर जंगली बीज को वो दासों को समझ आया, उसी तरह अभी मंडली में भी झूठे उपदेशकों को समझने की एक जो शक्ति, एक जो विषय है, एक समझ है परमेश्वर लोगों के बीच में दिया है. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകാം, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നത് സഭയിൽ? लेकिन ऐसा एक प्रश्न हो सकता है, हम जैसा पूछ सकते हैं कि मंडली में इस तरह क्यों परमेश्वर अनुमति देता है? ദൈവത്തിന് നല്ലവരെ മാത്രം അല്ലെങ്കിൽ നല്ല ദൈവമക്കളെ മാത്രം സഭയിൽ അനുവദിച്ചാൽ പോരായോ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം. शायद ऐसा हम सोच सकते हैं, हमारे मनों में भी ऐसा एक संदेह आ सकता है कि परमेश्वर ऐसा है तो क्यों अच्छे लोगों को नहीं ये सब सेवकों के लिए प्रभु इस्तेमाल करता है, इस तरह क्यों नहीं प्रभु ठहरता करके हमें शायद संदेह हो सकता है. ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണ്. क्योंकि हमारा मसीह जीवन जो है वो एक युद्ध है. अनेक കാര്യങ്ങളോട് നാം പോരാടേണ്ടിയിരിക്കുന്നു. और बहुत सारी बातों से हमें युद्ध करना पड़ेगा. നമുക്ക് നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല. हमारा जो युद्ध जो है वो मांस लहू से किसके साथ नहीं, എന്നാൽ മറ്റു പല പ്രതിലോമമായ കാര്യങ്ങളോടും ദൈവജനം പോരാടുന്നവരാണ്. और बाकी सारे अन्य विरोधी बातों में भी हाँ प्रभु का जन जो है वो युद्ध करता है. പഴയ നിയമത്തിലെ ഒരു ഉദാഹരണത്തിലൂടെ ഈ കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം.
पुराने नियम के एक दृष्टांत से मैं ये बात को व्यक्त करना चाहता हूँ। न्याय का पुस्तक उसका 4th अध्याय, 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ്. 3रा अध्याय का 1 और 2 वचन हम देखते हैं। കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വച്ചിരുന്ന ജാതികളാവിത്. वाक्य 1-2 पढ़े। इस्राएली में से जितने कनान में की लड़ाइयों में बाकी न हुए थे, उन्हें परखने के लिए यहोवा ने इन जातियों को देश में इसलिए रहने दिया कि पीढ़ी पीढ़ी के इस्राएलियों में से जो लड़ाई को पहले न जानते थे वे सीखे और जान ले, क्योंकि 5 सरदारों समेत फलिस्तियों അതായത് ദൈവജനം കനാനിൽ പ്രവേശിച്ചു. और प्रभु का जन जो है वो लोग कनान में तो प्रवेश कर लिए। കനാനിൽ എന്നാൽ പലവിധ ജാതികളെ ദൈവം അവിടെ വെച്ചിരുന്നു. और कनान में ऐसा है कि बहुत सारे जातियों को परमेश्वर ने उधर रखा था। 5-ാം വാക്യം വായിച്ചാൽ അത് മനസ്സിലാകും. वाक्य 5 पढ़ेगा तभी पता चलता है हमें। ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇവരെ വെച്ചിരുന്ന് അറിയാമോ? ഇസ്രായേൽ മക്കള് തന്നെ ഇവരോട് യുദ്ധം ചെയ്ത് ഇവരെ കീഴ്പ്പെടുത്തണമായിരുന്നു. तो प्रभु ने वैसे लोगों को क्यों उधर रखा? क्योंकि प्रभु इसलिए रखा कि ये इजराइल लोग जो है वो लोग इस तरह के लोगों को युद्ध करके हरा पाए। മാത്രവുമല്ല ഇവർ യുദ്ധം അഭ്യസിക്കുകയും ചെയ്യണമായിരുന്നു. और वे लोग युद्ध को अभ्यास भी करना जरूरी था। അപ്പോൾ ദൈവജനത്തിന്റെ യുദ്ധമെല്ലാം ദൈവമാണ് ചെയ്തിരുന്നത്. और परमेश्वर के लोगों का युद्ध सारा जो है वो परमेश्वर स्वयं करता था। പക്ഷേ ഇവര് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടണമായിരുന്നു. लेकिन ये लोग थे जो युद्ध के लिए निकलना चाहिए था। എന്നാൽ ഈ ദൈവജനം അവിടെ പരാജയപ്പെട്ടതായിട്ടാണ് കാണുന്നത്. लेकिन परमेश्वर का लोग जो है उधर पूरी तरीके से हार गए करके हम देखते हैं। എങ്ങനെ പരാജയപ്പെട്ടു? ഇവര് ജാതികളെ കീഴടക്കിയില്ല. वे लोग किस तरह हार गए? क्योंकि वे लोग जातियों को पूरी तरीके से अपने वश में नहीं कर पाए। ചില ഗോത്രങ്ങൾ കീഴടക്കി, ചില ഗോത്രങ്ങള് ഇവരെ തന്നെ ഉപയോഗിക്കാം എന്ന് കരുതി ഇവരെ ജീവനോടെ വെച്ചു. तो कुछ गोत्र ने उनको पूरी तरह से नाश कर दिया, वश में लाया, और कुछ गोत्र ने वश में तो लाया, लेकिन वे लोगों ने उनके कुछ बातों के लिए इस्तेमाल करके वे लोगों को छोड़ भी दिया। എന്നാൽ 7-ാം വാക്യം പറയുന്നു, ഇങ്ങനെ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചു എന്നാണ്. और हम देखते हैं कि वचन 7 में इस प्रकार इस्राएल ने यहोवा की दृष्टि में बुरा किया और अपने परमेश्वर यहोवा को भूलकर बाल नाम देवताओं और अशोरा नाम देवियों की उपासना करने लग गया। അതിന്റെ കാരണമുണ്ട്. ഈ ജാതികളുടെ മക്കളും ഇസ്രായേൽ മക്കളുടെ മക്കളും പുത്രന്മാരും അവരുടെ പുത്രന്മാരും ഇവരുടെ പുത്രിമാരും തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ കാരണമായി തീർന്നു. और इसके कारण क्या हुआ? हम देखते हैं कि इजराइल लोगों के पुत्र लोग और जातियों के पुत्री के साथ, और इजराइल के पुत्री लोग जातियों के पुत्र के साथ ये लोग विवाह करने लगे इसके वजह से। അതുകൊണ്ട് ദൈവജനമാണ് എക്കാലത്തും ദുരുപദേശം സഭയിൽ കടക്കാതെ വണ്ണം ബോധവാന്മാരായി നിലകൊള്ളേണ്ടത് ആവശ്യമാണ്. इसीलिए मंडली ये जरूरी हो जाता है मंडली को कि वे झूठा उपदेशकों से बच पाए। എവിടെയും ഇന്ന് മതേതരത്വം കടന്നുകൂടുന്ന ഒരു കാലഘട്ടമാണ്. क्योंकि किधर भी हम देखते हैं कि उधर कोई धर्म का जो सोच विचार है वो घुस जाता है. അതായത് മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകാവുന്ന ഒരു ചിന്തയാണ് എല്ലാ മതങ്ങളും ഒരുപോലെയാണ്, നമ്മൾ ആരെയും കുറ്റമൊന്നും പറയരുത് എന്നുള്ള ചിന്താഗതി. ശരിയാണ്, നമ്മൾ ആരെയും കുറ്റം പറയരുത്. देखो, हमें लोगों के बीच में इस तरह का सोच है कि सारा धर्म जो है वो एक है और हमें कोई भी धर्मों के ऊपर दोष नहीं चढ़ाना चाहिए. हाँ, ये बात तो सच है कि हमें दोष नहीं चढ़ाना चाहिए. എന്നാൽ സത്യത്തിനു വേണ്ടി നിലകൊള്ളേണ്ടത് അത്യന്താപേക്ഷിതമാണ്. लेकिन सच्चाई के लिए खड़ा होना ये बहुत ही जरूरी है. അതോടൊപ്പം തന്നെ സത്യത്തിന് വിരുദ്ധമായി
ഇതുപോലെ ദുഷ്കാമ പ്രവൃത്തികളും അതുപോലെ തന്നെ ധനത്തിന്റെ വഞ്ചനയോടുകൂടെ വഞ്ചിക്കുന്ന മനോഭാവത്തോടുകൂടെ വരുന്നവരെയും നാം തിരിച്ചറിയണം. इसके लिए ये सच्चाई के लिए खड़ा भी होना है और सच्चाई के खिलाफ जो लोग हैं उनके खिलाफ भी हमें खड़े होना है, क्योंकि इस तरह के लुभाने वाले बातों से आने वाले लोग भी हैं और झूठे उपदेशक लोग भी हैं, जिसके खिलाफ हमें खड़े होना. ഇങ്ങനെ വളരെ ഗൗരവപരമായ ഒരു കാര്യമാണ് പത്രോസ് വിളിച്ചറിയിക്കുന്നത്. इसके लिए इतना गंभीर बात है इधर प्रेरित पत्रोस इधर हमें कहता है. സഭയിലേക്ക് അനവധി ദുരുപദേശങ്ങളും കടന്നു വരാൻ കാരണമായതും സഭയ്ക്ക് പലപ്പോഴും അധപ്പതനം ഉണ്ടാകാൻ കാരണമായതും ഇതുപോലെയുള്ള പ്രവർത്തകരായിരുന്നു. इसका कारण ये है कि झूठा भविष्यवक्ता है, झूठा उपदेशक इस तरह मंडली में आ जाता है, क्योंकि इस तरह का चाल चलन जो है वो मंडली अंगीकार करने लग गया. AD 530 ഹെൻറി എട്ടാമൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലണ്ടിലെ രാജാവ് ഉണ്ടായിരുന്നു. ഹെൻറി AD 1530. हाँ, AD 1530 में हम देखते हैं कि हेनरी करके नामक एक राजा इंग्लैंड में था. ഇദ്ദേഹമാണ് ആംഗ്ലിക്കൻ ചർച്ചിനെ പ്രോത്സാഹിപ്പിച്ചത്. और ये राजा था वो एंग्लिकन चर्च को उत्तेजना दिया. അതെ, സോറി, കേൾക്കുന്നില്ലേ? അതിന് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പേരുണ്ട്. ഇതുണ്ടാകാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഇപ്രകാരമാണ്, ഇദ്ദേഹത്തിന് രണ്ടാമത് വിവാഹം കഴിക്കണം. और ये इस तरह क्यों बना पता है, क्योंकि इसका कारण ये है कि ये राजा को दूसरा शादी करना था. ഇദ്ദേഹത്തിന് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ സഭ അനുവദിക്കാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹം വേറൊരു സഭ സ്ഥാപിച്ച് വേറെ വിവാഹം കഴിച്ചു. क्योंकि ये दूसरा शादी करने के लिए उनको वो उस समय का कलीशा ने मंडली ने अनुमति नहीं दिया, जिसके वजह से उन्होंने दूसरा मंडली चालू किया. അപ്പോൾ ചിലരുടെയൊക്കെ സ്വാർത്ഥപരമായ ദുഷ്കാമ പ്രവർത്തികൾ നിമിത്തമാണ് പുതിയ സംഘടനകൾ രൂപം കൊള്ളാൻ കാരണമായത്. और हम देखते हैं क्योंकि दूसरों के कुकर्म के बातों है और स्वभाव के वजह से दूसरा अन्य झूठा कलीशा का स्थापना हो पाया. സഭ ഓരോ ആത്മീയ സത്യങ്ങളും വീണ്ടെടുത്ത് പുരോഗതിയിലേക്ക് പോകുമ്പോഴൊക്കെയും അതിനെ തടഞ്ഞു നിർത്താനും ദുരുപദേഷ്ടകന്മാർ ഒരുങ്ങിയിട്ടുണ്ട്. हम देखते हैं कि जैसे ही मंडली का चरित्र अगर देखा जाए तो जिधर जिधर मंडली को सत्य के लिए खड़े होने के लिए मौका मिला है और भाइयों ने वो सत्य के लिए वे लोग खड़े हुए हैं, उधर उधर सारी जगहों में भी झूठा उपदेशक भी हुए हैं. സഭ AD 1860 ആ കാലഘട്ടത്തിലായിരുന്നു എലൻ ജി വൈറ്റ് എന്ന് പറഞ്ഞ സ്ത്രീയാണ് സെവൻത് ഡേ എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിക്കുവാനായിട്ട് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത്. और एलन जी वाइट करके जो नामक जो स्त्री है वो उन्होंने 7th डे करके जो मंडली वो स्थापना किया सन 1830 में. ഒരു സ്ത്രീയുടെ സ്വപ്നമായിരുന്നതിന് കാരണം, और वो स्त्री का एक सपना था इसका कारण. അതുപോലെ തന്നെ നമുക്കറിയാം 20ാം നൂറ്റാണ്ടില് ആഗ്നസ് ഒസ്മാൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ പെണ്ണിന്റെ 20 വയസ്സ് പോലും പ്രായമാകാത്ത ഒരു പെണ്ണിന്റെ ചില മാനസിക വിഭ്രാന്തിയിൽ നിന്ന് ഉളവായതാണ് ഇന്നത്തെ പെന്തക്കോസ്ത് പ്രസ്ഥാനം. और एग्नेस ओस्मान करके जो 20 साल भी नहीं है, वो जो बच्ची है उसके जो मनो का एक मनो अवस्था के वजह से जो बातें उनमें से आ पड़ी है और ये सारे बातों से उत्पन्न हुआ है आज का पेंतिकोस्त कलीशा करके भी. ശരിയാണ്, ഈ സഹോദരന്മാര് അവര് മാനസാന്തരവും സ്നാനവും പ്രസംഗിക്കുന്നവരാണ്. हाँ, ये तो सच है कि वे लोग मन फिरावट करने वाला बातें और बपतिस्मा तो बताते हैं. എന്നാൽ തുടർന്നുള്ള കാര്യങ്ങൾ പലതും ദൈവവചനത്തിന് വിരുദ്ധമാണ്. लेकिन उसके बाद जो भी बातें हैं वो परमेश्वर के वचन के विरुद्ध बोलते हैं. ഇതാരാണ് ഇതേക്കുറിച്ച് ബോധവാന്മാരാകുക? लेकिन इसके विषय में कौन ऐसे लोग हैं जो बोध्य में आता है?
സഭാചരിത്രത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും ഒരു ചെറിയ ഒരു ഫെയ്ത്ത്ഫുൾ മൈനോറിറ്റി സത്യത്തിന് വേണ്ടി നിലകൊണ്ടിരുന്നു. और सभा के ये मंडली के चरित्र में ऐसा है कि बहुत छोटी सी झुंड जो है वो सच्चाई के लिए खड़े होते थे. അവരിലൂടെ ആയിരുന്നു അടുത്ത തലമുറയ്ക്ക് സത്യം കൈമാറുവാനിടയായത്. और वे लोगों के वजह से अगला पीढ़ियों को सच्चाई के बातें को वे लोग बांट पाए. ഇതുകൊണ്ട് നമ്മൾ ഇന്ന് ക്രിസ്തീയ ഗോളത്തിലേക്ക് നോക്കുമ്പോൾ എവിടെയും സത്യവചനത്തോട് മായം കലർത്തുന്ന രീതിയിലുള്ളതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എവിടെയും കടന്നുകൂടിയിട്ടുണ്ട്. When we look to this Christendom, we can see that everywhere one kind of adultery mingled among the children of God. और हम देखते हैं अभी के मसीह धर्म में भी बहुत सारे जो बातें हैं जो इस तरह के जो लुभाने वाली बातें और जो बहकाने वाली बातें जो है वो ये मंडली में भी पूरी तरीके से आ पड़ी है. ദൈവജനത്തിന്റെ ഇടയിലെല്ലാം എക്കാലഘട്ടത്തിലും എവിടെയും സാത്താൻ ഇതുപോലെ സത്യമാർഗത്തെ ദുഷിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. और किधर भी हम देखा जाए तो ये सभा के चरित्र में शैतान पूरी तरीके से कोशिश किया है कि ये जो सच्चाई के खिलाफ जो भी उठने वाली बातें जो है वो मंडली पे पूरी तरीके से डाल पाए. സഭാ ചരിത്രത്തിൽ മാത്രമല്ല, ആരാധന ആദ്യം ആരംഭിച്ചപ്പോൾ തന്നെ കപടാരാധനയും സാത്താൻ കൊണ്ടുവന്നു. और हम देखते हैं सिर्फ मंडली में ही नहीं लेकिन आराधना जब भी आरंभ हुआ उधर भी इस तरह का झूठापन लाने के लिए शैतान कोशिश किया. നമുക്കറിയാം, ഹാബേലാണ് ആദ്യമായി ദൈവത്തിന് ഒരു അർപ്പണം കൊണ്ടുവന്നത്. और हम देखते हैं आबेल था वो व्यक्ति जो पहले बार इस तरह का आराधना का वो भेंट चढ़ाने के लिए ഉടൻ തന്നെ അവന്റെ സഹോദരന് ഒരു വഴിപാട് കൊണ്ടുവന്നു. और उसी तरह उनका भाई भी एक भेंट चढ़ाने के लिए उनके उपस्थिति में आया. അത് ദൈവത്തിന് പ്രസാദകരം അല്ലായിരുന്നു. लेकिन ये परमेश्वर को पूरी तरीके से प्रसन्न करने वाली बात नहीं थी. അപ്പോൾ സത്യത്തിൽ ദൈവത്തെ ആരാധിച്ചവനും അല്ലാതെ ആരാധിച്ചവനും ഇവിടെ വ്യക്തമായി നമുക്ക് കാണാം. അവരെ രണ്ടുപേർക്കും ദൈവപ്രസാദം എങ്ങനെ ലഭിച്ചുവെന്ന് നമുക്കറിയാം. और सच्चाई से परमेश्वर की आराधना करने वाला और झूठा आराधना करने वाले के जो फर्क है और इधर हमें स्पष्ट करते हैं और किसका आराधना प्रभु स्वीकारता है करके अगर हम देखते हैं. ഓക്കെ, എന്നാൽ ദൈവവചനം വ്യക്തമായി പറയുന്നു, കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി തന്റെ സഹോദരനെ കൊന്നു എന്നാണ്. और हम देखते हैं काइन जो है वो दुष्ट से वो उनके अपने खुद के जो भाई को मार दिया करते. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു കാര്യമാണ്, അവൻ മരിച്ച ശേഷവും അവന്റെ രക്തം സംസാരിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യം. लेकिन हम देख सकते हैं कि वो आबेल मरने के बाद भी उनका लहू जो है वो बात करता था उसके खिलाफ. वो है बहुत आश्चर्य करने वाली हमें बात. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മള് അബ്രഹാമിന്റെ വീട്ടിലെ രണ്ട് മക്കളെ കുറിച്ച് കേൾക്കുകയുണ്ടായി. इसके पहले हम अब्राहम के घराने में दो बच्चों के विषय में हम देख पाए. അവിടെ അതുപോലെ ഇന്ന് നമ്മിലും കാണുന്നു എന്നാണ് പറയുന്നത്. और उसी तरह हमें हमारे अंदर भी वो दो प्रकृति हम देखते हैं करके हमें पता है. ഓക്കെ, അത് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം ഇങ്ങനെ കാണുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം, ഓക്കെ, ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം, എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്ത് പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളക, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. वचन 29, 30 और 31. और जैसा उस समय शरीर के अनुसार जन्मा हुआ आत्मा के अनुसार जन्मे हुए को सताता था, वैसे ही अब भी होता है. परंतु पवित्र शास्त्र क्या कहता है? दासी और उसके पुत्र को निकाल दे,
क्योंकि दासी का पुत्र स्वतंत्र स्त्री के पुत्र के साथ उत्तराधिकारी नहीं होगा। इसलिए हे भाइयों, हम दासी की नहीं परंतु स्वतंत्र स्त्री के संतान हैं। ഇത് പഴയ നിയമത്തിൽ സംഭവിച്ച ഒരു സംഭവമാണ്. ये पुराने नियम में घटी हुई एक घटना है। എന്നാൽ പുതിയ നിയമത്തിലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവമുണ്ട്. एक नए नियम के विश्वासी के अंदर भी इस तरह घट रहा। അതായത് നാം വീണ്ടും ജനിച്ചപ്പോൾ നമ്മുടെ ആത്മാവിൽ കർത്താവ് നമ്മുടെ ആത്മാവിനെ വീണ്ടും ജനിപ്പിച്ച് നമ്മുടെ ആത്മാവോട് കൂടെ വസിക്കുന്നു. और हम जब भी दोबारा जन्म लेने के बाद ये दोबारा जन्म पवित्र आत्मा के द्वारा परमेश्वर की मदद से हमें हुआ। ഓക്കെ, അങ്ങനെ അകത്തെ മനുഷ്യനും നാം ജഡപ്രകാരം ജനിച്ചു, അങ്ങനെ ഒരു പുറമേ ഉള്ള മനുഷ്യനുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു പോരാട്ടം, ഇങ്ങനെ ഒരു മിശ്രിത അവസ്ഥ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ട്. और एक विश्वासियों के विषय में जब वो दोबारा जन्म लेने के बाद, क्योंकि वो माता पिता से जन्म लिया है, उसके लिए उसका शरीर है और एक आत्मिक जो व्यक्ति है वो भी उसके अंदर है, जिसके वजह से बहुत बड़ा एक युद्ध वे लोगों के बीच में हमेशा चलता है। എന്നാൽ നമുക്ക് അനുകൂലമായിട്ടുള്ളത് തിരുവെഴുത്താണ്. लेकिन हमारे अनुकूल में हमारे लिए जो बात करता है प्रभु का वचन, തിരുവെഴുത്തോ എന്ത് പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളക. ഇതാണ്. और प्रभु का वचन क्या कहता है? दासी और उसके पुत्र को बाहर निकाल. അതാണ് അതിന്റെ പ്രാക്ടിക്കാലിറ്റി, അതിന്റെ പ്രാവർത്തിക അവസ്ഥയാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം പറയുന്നത്. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു. और उसका प्रैक्टिकली अगर हम देखा जाए तो किस तरह वो हमारे साथ लागू होता है, तो अध्याय 5:24 में हम देखते हैं, और जो मसीह यीशु के हैं उन्होंने शरीर को उसकी लालसाओं और अभिलाषाओं समेत क्रूस पर चढ़ा दिया है. ഇതേ അനുഭവം അപ്പോസ്തലനായ പൗലോസിനും ഉണ്ടായിരുന്നു. और इसी तरीका अनुभव जो है वो प्रेरित पौल को भी था. അത് തന്റെ വ്യക്തിപരമായ അനുഭവമാണ് പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. और उनका व्यक्तिगत रूप का जो अनुभव है, वो अनुभव उन्होंने रोमियो का पुस्तक 7वां अध्याय में लिखा है. എങ്ങനെ പൗലോസ് ഇത് ബോധ്യമായെന്നോ? പൗലോസ് ആത്മാവിൽ സജീവമായ ഒരു വ്യക്തിയായിരുന്നു. किस तरह पौलुस को इस बात का ज्ञान मिला? क्योंकि पौलुस जो है वो हमेशा बहुत अलर्ट रहता था उसके आत्मा में. ആത്മാവിൽ കർത്താവുമായി നല്ല ഉന്നതമായ ബന്ധവും അടുത്ത ബന്ധവും പുലർത്തിയപ്പോഴാണ് തനിക്ക് മനസ്സിലായത് തന്റെ ജഡപ്രകൃതി जब भी ये प्रेरित पौल को जब भी पता चला कि जब भी वो अपना रिश्ता परमेश्वर का रिश्ता के साथ हमेशा जब भी जोड़ने के लिए जब भी प्रयत्न किया, तभी उन्हें पता चला कि उनका शरीर का अभिलाषा और लालसाएं कितना खिलाफ है उनका ये प्रभु का रिश्ते के संबंध में. അതെ, ഇങ്ങനെ ഒരു പോരാട്ടമുണ്ടെന്ന് വ്യക്തമായിട്ട് അവിടെ കാണിച്ചിരിക്കുകയാണ്. और इस तरह का युद्ध है करके बहुत व्यक्त रूप में हम देखते हैं इधर. ഇത് നമുക്കറിയാം, വിശ്വാസികളായിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും അറിയാം. അന്നത്തെ റോമൻ ഗവൺമെന്റ്, അതായത് കുറ്റവാളികളെ അല്ലെങ്കിൽ മറ്റൊരുവനെ കൊലപ്പെടുത്തിയ ഒരു കുറ്റവാളിയെ ആ മൃതശരീരത്തോട് ചേർത്ത് ബന്ധിക്കുമായിരുന്നു എന്നുള്ള ശിക്ഷാവിധിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. और उस तरह का रोमन सरकार जो है हम देखते हैं, जो मरे हुए जो मुर्दे को वो जिंदा जो मरे हुए मुर्दा है उनको क्या करता था कि जिंदे लोगों के साथ वे लोग बांध के, इस तरह का शिक्षा क्रमांक उधर चलता था रोमियो सरकार के समय में, हम जानते हैं. അപ്പോൾ നമുക്കൊന്ന് ഭാവനയിൽ കാണാം, രണ്ട് മൃതശരീരങ്ങൾ ഒരുമിച്ച് ചേർത്താല് ആർക്കും പ്രശ്നമൊന്നുമില്ല. अगर दोनों मुर्दा अगर शरीर है तो साथ में जोड़ दिया तो दोनों को कोई प्रॉब्लम नहीं है. കോമയിൽ പോയ ഒരു പേഷ്യന്റും ഒരു മൃതശരീരവുമായിട്ട് ബന്ധിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. अगर कोमा में गया हुआ एक इंसान का शरीर और अगर मरा हुआ इंसान का शरीर भी अगर जोड़ दिया है, जोड़ के बांधा है, फिर भी कोई उधर प्रॉब्लम नहीं है. എന്നാൽ ശരീരത്തിൽ അതുപോലെ തന്നെ സ്പർശിക്കുവാനും തക്കവണ്ണമെല്ലാം കഴിവുള്ള ഒരു വ്യക്തിക്കാണ് തന്റെ ശരീരത്തോട് ചേർത്ത് വെച്ചേക്കുന്നത് ഒരു മൃതശരീരമാണല്ലോ
എന്നുള്ള വെറുപ്പും വേദനയും അനേക മാനസിക പ്രയാസങ്ങളും ഉണ്ടാകുന്നത്. लेकिन अगर एक जिंदा लाश जो है वो एक जीवित इंसान के साथ अगर वो जोड़ के रखता है तो वो बहुत उसके लिए तो बहुत नफरत की बात है और बहुत अपने आप को नफरत करने वाले इस तरह की जो स्वभाव है उनमें प्रकट होगा, क्योंकि इनके साथ जो जोड़ के रखा हुआ जो शरीर है वो लाश है करके जब एक व्यक्ति समझ जाता है तो उनमें बहुत इरिटेशन आता है करके हम देखते हैं. ഇത് പൗലോസ് മനസ്സിലാക്കിയത് താന് ആത്മാവിൽ കർത്താവുമായി ഉറ്റ ബന്ധം പുലർത്തിയിരുന്നത് കൊണ്ടാണ്. लेकिन ये प्रेरित पौल को किस तरह पता चला? जब भी प्रेरित पौल अपना रिश्ता गहराई में अपना प्रभु के साथ रखा. അതെ, തന്റെ ജീവിതം ഈ രീതിയിൽ ഒരു സമ്മിശ്രാവസ്ഥയായിരുന്നു എന്ന് പൗലോ മനസ്സിലായി. क्योंकि उनका जीवन इस तरह का मिक्स्ड है करके उनको पता चला. ഓക്കെ, എന്നാൽ പൗലോസ് അവിടെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ആര് വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. मुझे कौन बचा सकता है, लेकिन प्रभु यीशु मसीह के परमेश्वर का मुझे इस मृत्यु की देह से कौन छुड़ाएगा? अपने प्रभु यीशु मसीह के द्वारा परमेश्वर का धन्यवाद करता हूँ. പുതിയ നിയമത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ദുരുപദേശത്തോടും അതുപോലെ തന്നെ നമുക്ക് ദൈവവചന പ്രകാരം യോജിക്കുവാൻ കഴിയാത്ത കാര്യങ്ങളോടും എതിർത്ത് നിൽപ്പാൻ നമ്മെ ശക്തരാക്കുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ്. और इस तरह का दुरुपदेश से भी और ये जो झूठा जो प्रचार हो रहा है जो मसीह के खिलाफ है, ये सारे सच्चाई के ये सारा झूठा बातों के लिए भी हमें खिलाफ खड़े होने के लिए परमेश्वर है वो हमें जो सामर्थ्य देता है. പൗലോസ് സദാ പറഞ്ഞത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. इसीलिए प्रेरित पौल कहता है जो व्यक्ति मुझे सामर्थ्य देता है उसके द्वारा मैं सबसे अधिक सामर्थी हूँ. അങ്ങനെ എതിർത്ത് നിന്നതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ തന്റെ ജീവിതം ഒരു പോരാട്ടമായിരുന്നു. പൗലോസിന്റെ ജീവിത അവസാനത്തിൽ പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, എന്റെ ഓട്ടം തികച്ചു. इसीलिए प्रेरित पौल, क्योंकि ये सारा बातों का खिलाफ था, इसीलिए वो बोलता है कि बहुत बड़ा एक युद्ध का भूमि है हमारा जीवन. इसीलिए पौल कहता है मैं एक अच्छा दौड़ मैं भाग चुका हूँ. പഴയ നിയമത്തില് സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലുണ്ട്, 2 വിത്തുകൾ ഒരുമിച്ച് വിതയ്ക്കരുത്, അതുപോലെ തന്നെ 2 തരം മൃഗങ്ങളെ ഒരുമിച്ച് ഇണ ചേർക്കരുത്, ഇങ്ങനെയുള്ളതായ 2 കാര്യങ്ങളെ ഒരുമിച്ച് ചേർക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. और संख्या के पुस्तक उसका 11वां अध्याय में हम देखते हैं 2 प्रकार के बातों को कभी न जोड़ना, 2 प्रकार के अन्य बीजों को नहीं बोना और 2 प्रकार के विभिन्न जानवरों को साथ में नहीं बांधना करके इस प्रकार का 2 विषय उधर कहते हैं. അപ്പോൾ വിശുദ്ധനായ ദൈവം എക്കാലത്തും വെറുക്കുന്ന ഒരു കാര്യമാണ് ഈ മിശ്രിതാവസ്ഥ. और परमेश्वर जो पवित्र है वो हमेशा ये बात उन्हें थोड़ी सी भी पसंद नहीं है, नफरत करता है जो ऐसे जोड़ने वाली जो नहीं जोड़ना चाहिए उस तरह के बातों जब भी जुड़ जाता है. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തില് പെസഹ കുഞ്ഞാടിന്റെ രക്തത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ അതോടുകൂടെ കർത്താവ് യഹോവയായ ദൈവം മറ്റൊരു കാര്യം കൂടെ പറയുകയുണ്ടായി. और निर्गमन के 12वां अध्याय में जिस तरह हम फिसोन के जो मेमने के विषय में कहते समय में उसके साथ दूसरा भी एक बात उधर कहा है. ഓക്കെ, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലാണ് കുഞ്ഞാടിന്റെ രക്തം വീടുകളുടെ മുൻപിൽ പുരട്ടുന്ന കാര്യത്തെ കുറിച്ച്, വീടിൽ അടയാളമായിരിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നത്. और निर्गमन का 12 अध्याय उसका 13 वचन में उधर लहू उस वो दरवाजे के ऊपर जिस तरह रखना है, जिस तरह उधर लगाना है करके उसके विषय में उधर देखते हैं. ഉടൻ തന്നെ 15-ാം വാക്യത്തിലാണ് പുളിപ്പിന്റെ കാര്യം പറയുന്നത്. और खमीर के विषय में वचन 15 में हम देखते हैं. എന്തുകൊണ്ടാണ് നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ പറഞ്ഞത്? और क्यों ऐसा लिखा है कि हमारे अंदर अखमीरी रोटी होना चाहिए? അതിന്റെ കാരണം കുഞ്ഞാടിന്റെ രക്തമാണ്. उसका कारण क्या है? क्योंकि वो मेमना के लहू.
അപ്പോൾ കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട ജനത്തിന്റെ ഇടയില് പുളിച്ചമാവുണ്ടായിരിക്കരുത്. और मेमने के लहू से जो छुड़ाए हुए लोगों के बीच में इस तरह का खमीरी रोटी का अवस्था नहीं होना चाहिए. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കും, അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പം നിങ്ങളുടെ കൂടാരത്തിൽ പുളിപ്പില്ലാത്ത അപ്പമേ ഉണ്ടായിരിക്കാവൂ എന്ന് പറയുന്നതിന്റെ കാരണം കുഞ്ഞാടിന്റെ രക്തമാണ്. और तुम्हारे तंबू में अखमीरी रोटी का ही उत्सव जो है वो होना चाहिए, उधर वही रोटी होना चाहिए. कि उसका कारण ये है क्योंकि वे लोगों को परमेश्वर ने मेमने के लहू से मुक्ति किया है. കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട ജനത്തിനുള്ള നിയമമായിരുന്നു അവരുടെ ഇടയിൽ പുളിപ്പുണ്ടായിരിക്കരുതെന്നുള്ളത്. क्योंकि वो परमेश्वर वे लोगों के बीच में है जो मेमने के लहू से उन्होंने उद्धार किया है, जिसके वजह से परमेश्वर कहता है अखमीरी रोटी ही वे लोग खाना है. എന്നാൽ ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലും പുളിപ്പിനെ കുറിച്ചും യാഗവസ്തുക്കളെ കുറിച്ചും പറയുന്നുണ്ട്. और लेवी का पुस्तक 23वां अध्याय में भी हम देखते हैं बलियों के विषय में और ये खमीरी और रोटी के विषय में भी उधर कहता है. അതെ, നമുക്ക് പരിചയമുള്ള വാക്യമാണ് ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം മുതൽ, അതായത് പെന്തക്കോസ്ത് നാളിൽ അർപ്പിക്കുന്ന അപ്പത്തെ കുറിച്ച് പറയുമ്പോൾ. और पेंतकोस्त समय में उधर अर्पण करने वाली वो रोटी के विषय में 13 अध्याय 13 वचन से 15, 16, 17 तक हम देखते हैं. പക്ഷേ തമ്മിൽ വ്യത്യാസമുണ്ട്. लेकिन उधर उसमें भी फर्क है. പുറപ്പാട് പുസ്തകത്തിൽ അല്ലെങ്കിൽ പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ടവരായിരുന്നു അവര് പുളിപ്പുമായി ബന്ധമില്ലാത്തവരായിരിക്കേണ്ടത്. और फिसोन के जो मेमने के लहू से जो लोगों का उद्धार हुआ है, वे लोगों के बीच में थोड़ी सी भी खमीर के बातें नहीं होना चाहिए, अखमीरी रोटी का उत्सव मनाना. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ അർപ്പിക്കപ്പെടുന്നത് അപ്പത്തോടു കൂടെ ചില യാഗവസ്തുക്കളെ കൂടെ അർപ്പിക്കുകയാണ്. लेकिन पेंतकोस्त के उस उत्सव में ये खमीरी रोटी के साथ भी ये बलियों के वस्तु भी अर्पण करना था. അതെ, അന്ന് 2 അപ്പം പുളിപ്പുള്ളത് അർപ്പിക്കണമായിരുന്നു. क्योंकि 2 अखमीरी रोटी को अर्पण करना था. ആ അപ്പത്തോടു കൂടെ 18-ാം വാക്യം പറയുന്നു, അപ്പത്തോടു കൂടെ 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 ചെമ്മരിയാട്ടിൻ കുട്ടിയെയും 1 കാളക്കുട്ടിയെയും 2 മുട്ടാടിനെയും അർപ്പിക്കണം. അവയും അവയുടെ ഭോജനയാകവും പാനീയയാകവും യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി യഹോവയ്ക്ക് ഹോമയാഗമായിരിക്കണം. वचन 18 और 19 पढ़े. और उस रोटी के संग 1-1 वर्ष के साथ निर्दोष भेड़ के बच्चे और 1 बछड़ा और 2 मेढ़े चढ़ाना. वे अपने अपने साथ के अन्न बलि और अर्घ समेत यहोवा के लिए होम बलि के समान चढ़ाए जाए, अर्थात वे यहोवा के लिए सुखदायक सुगंध देने वाला हव्य ठहरे. फिर पाप बलि के लिए 1 बकरा और मेल बलि के लिए 1-1 वर्ष के 2 भेड़ के बच्चे चढ़ाना. ഇവിടെ അർപ്പിക്കപ്പെടുന്ന യാഗവസ്തു പുളിപ്പിന് പരിഹാരമായിട്ടായിരുന്നു. और इधर अर्पण करने वाला या बलि के जो वस्तु है वो खमीर के विषय में, वो खमीर को हटाने के विषय में. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് പുളിപ്പിനെ കുറിച്ച് എപ്പോഴും ശിഷ്യന്മാരോട് പറയുമായിരുന്നു. और हमारा प्रभु यीशु मसीह तो खमीर के विषय में हमेशा चेलों लोगों को बताता था. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തില് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെ ദുരുപദേശത്തെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറയുകയുണ്ടായി. इसीलिए फरीसी और सदूकी का जो झूठा उपदेश है उसमें तुम बहुत ध्यान रखना, सावधान रहना, वो खमीरता के विषय में उधर कहने के वक्त में. ഓക്കെ, അവരാദ്യം കരുതി കർത്താവ് പുളിച്ച മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവിനെ കുറിച്ചാണ് കർത്താവ് ആദ്യം പറഞ്ഞത്. और फरीसी लोग और सदूकी लोग के खमीर के बारे में उधर प्रभु यीशु मसीह उधर पहला कहता है. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. और मत्ती का सुसमाचार 16वां अध्याय उसका 5वां वचन से हम उधर से देखते हैं. ശിഷ്യന്മാർ വിചാരിച്ചു തങ്ങൾ അപ്പം എടുക്കാൻ മറന്നു പോയത് കൊണ്ടായിരിക്കും കർത്താവ് ഇങ്ങനെ പറഞ്ഞതെന്ന്. चेले लोग ने ये सोचा कि शायद वे लोग रोटी लेने के लिए भूल गए, इसके लिए उनका स्वामी इस तरह कह रहा है. 11-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളണമെന്നാണ് കർത്താവ് പറഞ്ഞത്.
लेकिन वचन 11 में हम देखते हैं, तुम क्यों नहीं समझते कि मैंने तुमसे रोटियों के विषय में नहीं कहा, फरसियों और सदूकी के खमीर से चौकस रहा। 12ാം വാക്യം, അങ്ങനെ അപ്പത്തിന്റെ പുളിച്ച മാവല്ല പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശം അത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു. उसके बाद 12 वचन में, तब उनको समझ में आया कि उसने रोटी के खमीर से नहीं पर फरीसियों और सदूके के शिक्षा से चौकस रहने को कहा था. നമുക്കറിയാം, പഴയ നിയമത്തില് നെഹമ്യാവിനെ നമുക്ക് കാണാം. और पुराने नियम में नेहम्या को जब हम देखते हैं, അവിടെ യെരുശലേമിന്റെ മതില് വെന്തു പോയതില് അവന് കേട്ടപ്പോൾ അവൻ ഇരുന്ന് കരഞ്ഞു, അവൻ വിലപിച്ചു, അവന് പ്രാർത്ഥിച്ചു, അവൻ ഉപവസിച്ചു. എന്നിട്ടാണ് അവന് രാജാവിന്റെ അടുക്കല് രാജാവിൽ നിന്ന് ചില കാര്യങ്ങള് ചോദിച്ചു വാങ്ങിയത്. यरूशलेम का दीवार जो है वो पूरी तरह से नाश हुआ है, वो टूट पड़ा है करके जब नेहम्याह को पता चला, तभी नेहम्याह बहुत रो पड़ा, प्रार्थना किया, उपवास किया. उसके बाद वो राजा के पास जाता है वो पत्र के लिए, जिसका वो अनुमति के लिए वो अनुमति मांगने. അതേ മനോഭാവമാണ് നമുക്കും ഇന്നും ഉണ്ടാകേണ്ടത്. उसी मनोभावना जो है वो हमें भी आज होना. അപ്പോൾ നമ്മുടെ കർത്താവ് അന്നത്തെ ദുരുപദേശത്തിനെതിരായിട്ട് നിലകൊണ്ടതാണ് അന്നത്തെ പരീശ വർഗമാണ് കർത്താവിനെ ക്രൂശിച്ചത്. क्योंकि प्रभु यीशु मसीह ने झूठा उपदेश के खिलाफ खड़ा रहा, इसके लिए इसका ही कारण है कि उस समय का फरीसी लोग और सदूकी लोग यीशु मसीह को क्रूस पे चढ़ाया. അവന്റെ ക്രൂശ് മരണം അതുകൊണ്ടൊരു അവസാനമായിരുന്നില്ല. इसीलिए क्रूस का मृत्यु जो है उनका अंत नहीं था. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. प्रेरित के पुस्तक में हम देखते हैं मृत्यु का जो जंजीर है उसमें से पूरी तरीके से मुक्ति किया हमारा प्रभु. അപ്പോൾ ഏത് കാലത്തും ദുരുപദേശത്തിനും സഭയിൽ കടന്നുകൂടിയിട്ടുള്ള അനാചാരങ്ങൾക്കും എതിരായി നിന്നവരെ ജനം ക്രൂശിച്ചിട്ടുണ്ട്. और देखते हैं सभा मंडली के चरित्र में जो लोग ये जो झूठा बातों के खिलाफ जो लोग खड़ा हुआ है, वो सारे लोगों का मृत्यु जो है वो बहुत भयानक रीति से हुआ है. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. और इब्रानी का पुस्तक में इस तरह वचन हम देखते हैं, संसार जो है वे लोगों के लिए योग्य नहीं था. പ്രിയമുള്ളവരെ, ഒരു രഹസ്യം പറയട്ടെ, ദൈവജനത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം തന്റെ ജനവും പുനരുത്ഥാനത്തിലായിരിക്കണമെന്നാണ്. हाँ प्रियो, मैं एक रहस्य बताना चाहता हूँ. परमेश्वर का ये चाहत है कि परमेश्वर का जन लोग जो है वो परमेश्वर का पुनरुत्थान में भी वे लोग उनके साथ ही वो अवस्था में रहे. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ അതിന്റെ ഒരു നിഴലുണ്ട്. 3-ാം അധ്യായത്തിന്റെ निर्गमन का पुस्तक 3रा अध्याय में ആ സംഭവം ഇങ്ങനെയാണ്. ഫറവോൻ ഇസ്രായേൽ മക്കളെ വിടാതെ പിടിച്ചു നിർത്തിയ സമയത്ത് പല ബാധകൾ ഉണ്ടായപ്പോൾ ഫറവോ പറഞ്ഞു, ഇവിടെ തന്നെയൊക്കെ യാഗം കഴിച്ചോളാൻ. फरोन ये इजराइल लोगों को छोड़ने के लिए बहुत दिक्कत था, तभी फरोन कहता है कि ये काम करो, तुम अपने बाल बच्चों के साथ इधर ही तुम बलि करो. എന്നാൽ 3-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, എബ്രായരുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു, ആകയാൽ ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറവീൻ എന്ന് എഴുതിയിരിക്കുന്നു. देखो वचन 18 का बी पार्ट में हम देखते हैं कि इब्रानियों परमेश्वर यहोवा से हम लोगे की भेंट हुई है, इसलिए अब हमको 3 दिन के मार्ग पर जंगल में जाने दे कि आपके परमेश्वर यहोवा की बलिदान चढ़ाए. ഈ 3 ദിവസം പുനരുത്ഥാനത്തിന്റെ ഒരു നിഴലാണ്. ये 3 दिन जो है वो पुनरुत्थान का एक परछाई है. ലോകം കല്ലെറിഞ്ഞവരെയൊക്കെയും ദൈവം പുനരുത്ഥാനത്തിലാക്കി വെച്ചിട്ടുണ്ട്. जो लोगों ने पत्थर मारा है, जो मार दिया है, वे सब लोगों को परमेश्वर ने पुनरुत्थान की अवस्था में लाया है. ദൈവമാണ് തന്റെ പുത്രനെയും മറ്റുള്ള രക്തസാക്ഷികളെയും എല്ലാം പുനരുത്ഥാനത്തിന്റെ മണ്ഡലത്തിൽ കൊണ്ടുവന്നത്. परमेश्वर ने है वे जो लोग मारा गया है मसीह के लिए, वे सारे लोगों को पुनरुत्थान की अवस्था में लाकर रखा है. ഇതുപോലെ തന്നെയാണ് ഇന്ന് നാമും ദുരുപദേശത്തിനെതിരായിട്ടും സഭയിലെ
ദുഷ്കാര്യങ്ങൾക്കെതിരായിട്ട് നിലകൊണ്ടാൽ ഒരു പക്ഷേല് ലോകം നമ്മെ കല്ലെറിഞ്ഞു എന്ന് വരാം. इसके कारण अगर हम ये झूठा उपदेश के खिलाफ और कुकर्म के खिलाफ अगर हम खड़े रहते हैं तो शायद ऐसा हो सकता है कि संसार हमें पत्थर मारे. എന്നാൽ ദൈവം നമ്മെ എത്തിക്കുന്ന ഒരിടമുണ്ട്, അത് പുനരുത്ഥാനമാണ്. लेकिन परमेश्वर हमें एक स्थान पे पहुंचाता है, वो पुनरुत्थान का स्थान है. അതെ, സാത്താന്യ ശക്തികൾക്കോ ഒരു മാനുഷിക കരങ്ങൾക്കോ എത്തിപ്പിടിപ്പാൻ കഴിയാത്ത ഒരു മണ്ഡലത്തിലാണ് ദൈവം തന്റെ ജനത്തെ ആക്കി വെക്കാൻ ആഗ്രഹിക്കുന്നവർ. Amen. शैतान का सामर्थ और कोई भी मनुष्य का हाथ उधर पहुंच नहीं सकता, वो स्थान पर परमेश्वर अपने लोगों को पुनरुत्थान के उस स्थान पर पहुंचा दिया है. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തില് ഇങ്ങനെ പുളിപ്പ് കലർത്തിയ മഹതിയാം ബാബിലോൺ ഉണ്ടായ നാശത്തെ വിവരിച്ചിട്ടുണ്ട്. प्रकटीकरण का 17वां अध्याय में इस तरह खमीर का अवस्था को मिलाया हुआ एक बहुत बड़ा एक नगर जो बेबीलोन है उसके विषय, उसका नाश के विषय में लिखा है. എന്നിട്ട് 18-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ ദൈവജനത്തോട് വിളിച്ചറിയിക്കുന്ന ഒരു വാക്യമുണ്ട്. इसके बाद 18वां अध्याय के 4वां वचन में परमेश्वर के लोगों को सामने बुलाकर एक बहुत बड़ी ऊंचाई स्वर में उधर एक बात कहता है. അതിങ്ങനെയാണ്, വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടു പോരുവീൻ. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. वचन 4 और 5 पढ़े जल्दी. फिर मैंने स्वर्ग से किसी और का शब्द सुना कि हे मेरे लोगों, उसमें से निकल आओ कि तुम उसके पापों में भागी न हो और उसकी विपत्तियां में से कोई तुम पर आ ना पड़े, क्योंकि उसके पाप स्वर्ग तक पहुंच गए हैं और उसके अधर्म परमेश्वर को स्मरण आए हैं. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പത്രോസ് ആ കാലത്ത് സഭയിൽ ഉണ്ടാകാവുന്ന ദുരുപദേശത്തെ കുറിച്ചും അതുപോലെ തന്നെ സത്യമാർഗം ദുഷിക്കപ്പെടുന്നതിനെ കുറിച്ചും നമുക്ക് വ്യക്തമായി ബോധം നൽകിയിരിക്കുകയാണ്. आमीन. इसीलिए पत्रोस बहुत अच्छी तरफ से हमें वो बोध्य में लाया है कि उस समय में जो अभी जो झूठा उपदेश जो है वो मंडली में आ पहुंचा है और सच्चाई जो है पूरी तरीके से निकाल दिया गया है, उसके खिलाफ जो हमें खड़े रहना है. इस तरह का बोध्य जो है वो भाइयों के बीच में वो भाई ने लाया है. പത്രോസിനും ലോകം കൊടുത്തത് ക്രൂശാണ്. क्योंकि पत्रोस को भी ये संसार ने क्रूस ही दिया. സ്തെഫാനോസിനും ലോകം കൊടുത്തത് ക്രൂശാണ്. और स्तेफानोस को भी ये संसार ने क्रूस दिया. ഹാബേലിനും ലോകം കൊടുത്തത് രക്തസാക്ഷി മരണമാണ്. और आबेल को भी ये संसार ने परमेश्वर के लिए लहू बहाने के विषय में उनको उस तरह उनको इस्तेमाल किया. നമ്മുടെ കർത്താവിനും ലോകം കൊടുത്തത് ക്രൂശ് മരണമാണ്. और हमारा प्रभु यीशु मसीह को भी ये संसार ने क्रूस दिया. ഇവരെല്ലാം ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ये सारे लोगों को परमेश्वर ने जिलाया. ക്ഷമിക്കണം, നമ്മുടെ കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. और प्रभु यीशु मसीह को जिलाया. ദൈവമാണ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. परमेश्वर था उनको जिलाया. അവനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചത് കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവരെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. और परमेश्वर क्योंकि उनका पुत्र को जिलाया है, जिसके वजह से जो लोग उनके पुत्र पर विश्वास करता है वे लोगों को भी परमेश्वर जिलाता है. അതുകൊണ്ട് ഏത് കാലത്തെയും സഭയിലെ ദുരുപദേശത്തിനെതിരെ നിന്നവരെ ഒരു പക്ഷേ ലോകം നിന്ദിച്ചെന്ന് വരാം, അപമാനിച്ചെന്ന് വരാം. इसीलिए जो भी काल में जो जिए हुए कलीसिया मंडली के जीवन में जो लोग झूठा उपदेश के खिलाफ खड़े हैं, वो लोगों के लिए संसार शायद बहुत ठोकर का पत्थर हो सकता है, शायद वे लोगों को उपद्रव भी किया होगा. എന്നാൽ ദൈവം അവരെ എത്തിക്കുന്ന ഒരു മണ്ഡലമുണ്ട്, അത് പുനരുത്ഥാനത്തിന്റെ മണ്ഡലമാണ്. लेकिन परमेश्वर उस तरह के लोगों को एक मंडल में पहुंचाया है और वो पुनरुत्थान का मंडल है. നമുക്കതുകൊണ്ട് ഈ കാലഘട്ടത്തില് അതെ ദുരുപദേശത്തോട് അതുപോലെ തന്നെ ദുഷ്കാമ പ്രവൃത്തികളോടും മറ്റുള്ളവർ എത്രമാത്രം പ്രോത്സാഹിപ്പിച്ചാലും അതിനോട് യോജിക്കുന്നവരായിട്ടല്ല നെഹമ്യാവിനെ പോലെ അതെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കണ്ട് സഭയിൽ കടന്നുകൂടുന്ന ദുരുപദേശത്തെ കണ്ട് അതിനെതിരായിട്ട് നിലകൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. और परमेश्वर हमें ये मदद करे कि इस तरह का झूठा जो उपदेश जो है और लुभाने वाले बातें जो है वो जो मंडली में आता है और कुकर्म के बातें के खिलाफ हमें
जिस तरह दानियल और उस समय का भक्तों जिस तरह स्टैंड लिया है, उसी तरह हम भी परमेश्वर के लिए वो स्थान ले पाए, उसके लिए उसके खिलाफ हम खड़े हो पाए, इसीलिए परमेश्वर हमारा मदद करे। Praise the Lord. ദൈവം നമ്മെ സഹായിക്കട്ടെ. मसीह हमारा നമുക്കതിനായി പ്രാർത്ഥിക്കാം. इसके लिए हम प्रार्थना करें भाई, ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കാം. परमेश्वर का अनुग्रह के लिए प्रार्थना करें. നമ്മെ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായി എന്നുള്ളതായ ആ വചനം നമുക്ക് ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. इसीलिए സ്വർഗീയ പിതാവേ ഞങ്ങൾ